എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശ്രീജസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. മൺസൂണൊക്കെ തുടങ്ങി എല്ലാവരുടെയും നല്ല കാറ്റും തണുപ്പൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ട്രഡീഷണൽ ഫിൽറ്റർ കോഫി ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും എല്ലാവർക്കും അറിയണത് തന്നെയാണ്, പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്താനും അതുപോലെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് കോഫി പൗഡർ തന്നെയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന ഏത് നല്ല ബ്രാൻഡായിട്ടുള്ള കോഫി പൗഡർ തന്നെ നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഫിൽറ്റർ കോഫി പ്രസ്സാണ്. ഇതുപോലെ നമ്മൾ ഏത് പാത്രക്കടകളിൽ ചോദിച്ചാലും ഇതുപോലത്തെ ഫിൽറ്റർ കോഫി പ്രസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിന് ഉള്ളത് 4 പാർട്സാണ് ഉള്ളത്. ആദ്യം ടോപ്പ്, പിന്നൊരു പ്രസ്, പിന്നെ 2 കണ്ടെയ്നേഴ്സ്. ഇതുപോലെ 2 കണ്ടെയ്നേഴ്സാണ് ഉള്ളത്. ഒരു കണ്ടെയ്നറിൽ പൗഡർ ഇട്ടിട്ട് വേറെ കണ്ടെയ്നറിൽ ഡിക്വേഷൻ കളക്ട് ചെയ്യും. ഇതുപോലെ അടിയിൽ നിറയെ ഹോൾസ് ഉള്ള കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ കോഫി പൗഡർ ഇടുന്നത്. അതിന് നമ്മൾ ഡിക്വേഷൻ കളക്ടറിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഡിക്വേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ 3 സ്പൂണ്, അതുപോലെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 5 സ്പൂണോളം ചേർത്താവുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ പ്രസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ടും പ്രസ് ചെയ്യരുത്, അതുപോലെ നല്ല പൗഡർ കുറച്ചുകൂടി ലൂസായിട്ടിരിക്കുന്ന പോലെയും പ്രസ് ചെയ്യാൻ പാടില്ല. ഡിക്വേഷൻ നന്നായിട്ട് ഇറങ്ങി വരാനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4ഓളം ഈ കണ്ടെയ്നറിൻ്റെ 3/4 അല്ലെങ്കിൽ 3/4 ഭാഗം ആവുന്നത് വരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ടോപ്പ് കൊണ്ട് ഇത് അടച്ചു വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഡിക്വേഷൻ എല്ലാം ഇറങ്ങി താഴത്തെ കണ്ടെയ്നറിലേക്ക് ഡിക്വേഷൻ നല്ല തിക്കായിട്ടുള്ള ഡിക്വേഷൻ കളക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അല്ല നമ്മൾക്കൊരു ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. പിറ്റേ ദിവസം രാവിലെ നമുക്ക് കോഫി ഉണ്ടാക്കാനായിട്ട് തുറക്കുമ്പോൾ ഡിക്വേഷൻ നല്ല ഡിക്വേഷനായിട്ടും കിട്ടും. നമുക്ക് സൗകര്യം പോലെ അത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂറാണ് ഡിക്വേഷൻ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല ഡിക്വേഷനായിട്ട് തിക്കായിട്ടുള്ള ഡിക്വേഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്ട്രോങ് കോഫി വേണമെന്നുണ്ടെങ്കിൽ ഡിക്കോഷൻ നന്നായി കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. പാൽ തിളപ്പിക്കുമ്പോൾ തന്നെ അതിൽ പഞ്ചസാര ഇട്ടിട്ട് പാൽ നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും എപ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് കോഫി ചെയ്തിട്ട് കുടിക്കാൻ തോന്നും. പുറത്ത് കോഫി ഷോപ്സിലൊന്നും പോകാതെ തന്നെ വീട്ടിൽ നമ്മൾ ഇതുപോലൊരു ഫിൽറ്റർ കോഫി പ്രസ് വാങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് കോഫി ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് അറിയിക്കണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. ബൈ, താങ്ക് യു.